നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ വൈശാഖ്. ഞാൻ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻ്ററിലെ ENT സർജനാണ്. ENT ചെവി, മൂക്ക്, തൊണ്ട ഈ ഭാഗങ്ങളിൽ വരുന്ന മിക്ക അസുഖങ്ങളും നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടും ഇറിറ്റേഷനും തലവേദനയും ഒക്കെ ഉണ്ടാക്കുന്ന അസുഖങ്ങളാണ്. അതുപോലത്തെ ഒരു അസുഖത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ലാരിംഗോഫെറിഞ്ചൽ റിഫ്ലക്സ്. രോഗലക്ഷണങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് ഈ അസുഖം വരുന്ന സമയത്ത് ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ ഇതൊക്കെയാണ്. തൊണ്ടയിൽ എന്തോ തടയുന്ന പോലത്തെ ഒരു തോന്നലുണ്ട്. എന്തോ ഒരു ഉണ്ട തൊണ്ടയിൽ വന്ന് നിൽക്കുന്ന പോലെ ഒരു തോന്നൽ. വിട്ടുമാറാത്ത ചുമയുണ്ട്. തൊണ്ടയിൽ കഫം ഉണ്ട് താനും, പക്ഷേ എത്ര ചുമച്ചിട്ടും കഫം അങ്ങോട്ട് പുറത്തു വരുന്നില്ല. കിടക്കുന്ന സമയങ്ങളിലാണെങ്കിൽ ചുമ അസഹനീയമാണ്. ചിലപ്പോൾ ചുമച്ച് എണീച്ചിരുന്ന് ശ്വാസം മുട്ടുന്ന അവസ്ഥയിലേക്ക് വരെ ചെല്ലാറുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇതുപോലത്തെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടാവാം. ഈ സാഹചര്യങ്ങൾ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ അസുഖം ഉണ്ടാകാം. ലാരിംഗോഫെറിഞ്ചൽ റിഫ്ലക്സ് അഥവാ ഫെറിഞ്ചൽ റിഫ്ലക്സ് ഡിസീസ്. ഇതിൻ്റെ കാഠിന്യം കൂടി വരുന്നതനുസരിച്ച് വേറെ സിംറ്റംസും നിങ്ങൾക്ക് ഉണ്ടാവാം. ചില ആൾക്കാർക്ക് ശബ്ദ വ്യത്യാസം കണ്ടുവരാം. ചിലർക്ക് ഇത് മൂക്കിലേക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർക്ക് മൂക്കടപ്പും ജലദോഷവും ഒക്കെ കണ്ടുവെന്ന് വരാം. എന്താണ് ലാരിംഗോഫെറിഞ്ചൽ റിഫ്ലക്സ്? റിഫ്ലക്സ് അതായത് പിന്നോട്ടുള്ള പ്രവാഹം. എവിടെ നിന്ന് എങ്ങോട്ടുള്ള പ്രവാഹം? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഭക്ഷണം കഴിച്ചാൽ അത് ദഹിക്കാനായിട്ട് വയറിനുള്ളിൽ ആസിഡ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം. ഈ വയറിലുണ്ടാകുന്ന ആസിഡ് പിന്നോട്ട്, അതായത് അന്നനാളത്തിലോട്ട് മുകളിലോട്ട് പ്രവഹിച്ച് വരുമ്പോഴാണ് നമ്മളതിനെ റിഫ്ലക്സ് എന്ന് പറയുന്നത്. ഈ വയറിലുണ്ടാകുന്ന ആസിഡിന് എന്താണ് പ്രശ്നം? ഈ ആസിഡിനെ പ്രതിരോധിക്കാനുള്ള ശേഷി വയറിനുള്ള ചർമ്മത്തിന് മാത്രമേ ഉള്ളൂ. ഇത് മുകളിലോട്ട് കയറി വന്നാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി അവിടുത്തെ ചർമ്മത്തിനില്ല. അതുകൊണ്ട് തന്നെ മുകളിലോട്ട് കയറി വരുമ്പോൾ നമുക്ക് ഒരു ചെറിയ എരിച്ചിൽ അനുഭവപ്പെടാറുണ്ട്. ഇതിനെ നമ്മൾ മലയാളത്തിൽ ചില പേരിട്ട് നെഞ്ചെരിച്ചിലെന്നും പിന്നെ നീർക്കെട്ടെന്നും അല്ലെങ്കിൽ തികട്ടി വരിക എന്നും കുടിനീര് മുക്കുക എന്നും ഒക്കെ പറയാറുണ്ട്. ഇതേ ആസിഡ് കുറച്ചുകൂടെ മുകളിലേക്ക് വന്ന് തൊണ്ടയിലെത്തിയാലോ ഇത് തൊണ്ടയിൽ മുറിവുകൾ ഉണ്ടാക്കും. അതുതന്നെയാണ് ലാരിംഗോഫെറിഞ്ചൽ റിഫ്ലക്സ് എന്നുള്ള അസുഖത്തിനുള്ള കാരണം. അപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാകും, നേരത്തെ പറഞ്ഞ് ചുമയും ഈ തൊണ്ടയിൽ എന്തോ തടയുന്ന തോന്നലും എല്ലാം ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് നെഞ്ചരിച്ചിലില്ലല്ലോ. അതുതന്നെയാണ് അടുത്ത കാര്യം. അതായത് ആസിഡ് മാത്രമല്ല വയറിലുണ്ടാവുക എന്നുള്ളത്. ആസിഡിനേക്കാൾ പ്രശ്നക്കാരനായ ഒരു കാര്യം വയറിലുണ്ടാകുന്നുണ്ട്. പ്രശ്നക്കാരനെന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ ദഹിപ്പിക്കാനായിട്ട് ഒരു എൻസൈം വയറിലുണ്ടാകുന്നുണ്ട്. പെപ്സിൻ എന്നാണ് അതിൻ്റെ പേര്. നമുക്ക് ലാരിംഗോഫെറിഞ്ചൽ റിഫ്ലക്സ് ഡിസീസിൽ ഈ പെപ്സിനാണ് കൂടുതൽ പ്രശ്നക്കാരൻ. കാരണം ഈ ആസിഡിനൊപ്പം ഈ പെപ്സിനും കൂടെ മുകളിൽ കയറി വന്ന് ഇത് തൊണ്ടയിലുള്ള ചർമ്മത്തിലുള്ള പ്രോട്ടീനിനെ കൂടെ ബ്രേക്ക് ചെയ്ത് അസുഖങ്ങൾ ഉണ്ടാക്കുന്നു. അതാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഈ എത്രത്തോളം ആസിഡ് മുകളിലോട്ട് കയറി വരുന്നു എന്നുള്ളതനുസരിച്ച് LPR ലാരിംഗോഫെറിഞ്ചൽ റിഫ്ലക്സിനെ 3 തിരിക്കാം. അസിഡിക്, മൈൽഡ്ലി അസിഡിക്, ആൽക്കലൈൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ ആൽക്കലൈൻ അസുഖമാണെങ്കിലോ അവർക്ക് നെഞ്ചരിച്ചിലുണ്ടാവണമെന്നില്ല, ബാക്കിയുള്ള സിംറ്റംസ് വന്നാൽ മതി. ഈ പെപ്സിനും ആസിഡും തൊണ്ടയിലെത്തുമ്പോൾ അത് അവിടെ മുറിവുകൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്തോ തൊണ്ടയിൽ തടയുന്നൊരു തോന്നലുണ്ടാവുക. അവിടുത്തെ പ്രോട്ടീൻ ഡീനാച്ചുറേഷൻ കാരണമാണ് തൊണ്ടയിൽ കഫം നിൽക്കുന്നൊരു തോന്നൽ ഉണ്ടാകുന്നത്. ഇത് വോക്കൽ കോഡിൽ പോയി അവിടെ നീർക്കെട്ടുകൾ, അതായത് ശബ്ദനാളികളിൽ നീർക്കെട്ടുണ്ടാക്കുകയും ശബ്ദ വ്യത്യാസം ഉണ്ടാകുകയും ചില സമയത്ത് കുറേ സംസാരിച്ച് കഴിയുമ്പോൾ ശബ്ദം ആകെ വീക്കായി എന്നൊരു തോന്നൽ ഉണ്ടാകുകയും ചെയ്യും. ഇത് മൂക്കിൻ്റെ പുറകിലെത്തുമ്പോഴാണ് നേസൽ സിംറ്റംസ്, അതായത് മൂക്കിനോട് ബന്ധപ്പെട്ട സിംറ്റംസ് ഉണ്ടാകുന്നത്. അതായത് മൂക്കടപ്പ്, മൂക്കൊലിപ്പ് മുതലായവ. ഇപ്പോൾ നിങ്ങൾക്ക് ലാരിംഗോഫെറിഞ്ചൽ റിഫ്ലക്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതിൻ്റെ രോഗലക്ഷണങ്ങളും മനസ്സിലായി. ഇനി ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു കാര്യമാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ലാരിംഗോഫെറിഞ്ചൽ റിഫ്ലക്സിനെ ഒരു അസുഖം എന്നതിനേക്കാളും ഒരു കണ്ടീഷൻ എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. ഇതൊരു അസുഖവുമാകാം, കണ്ടീഷനുമാകാം. ചില കാര്യങ്ങളിൽ ഒരു വേറെ അസുഖങ്ങളുടെ ഒരു ലക്ഷണമായിട്ടും ഇതിനെ കാണാറുണ്ട്. നമ്മൾ ലാരിംഗോഫെറിഞ്ചൽ റിഫ്ലക്സ് വന്നു കഴിഞ്ഞാൽ ആദ്യം വരുത്തേണ്ടത് ഡയറ്ററി ചേഞ്ചാണ്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് മിതമായി കഴിക്കുക, കറക്റ്റ് സമയത്ത് കഴിക്കുക. പിന്നെ വൈറൽ ആസിഡ് പ്രൊഡക്ഷൻ കൂടുതൽ ആക്കാൻ കാരണഭൂതരായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. അതായത് കാഫീൻ, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ആൽക്കഹോൾ, എരിവുള്ള ആഹാരങ്ങൾ, എണ്ണ പലഹാരങ്ങൾ മുതലായവ മാക്സിമം ഒഴിവാക്കുക. പിന്നെ കുറച്ച് ഹെഫ്റ്റി ആയിട്ടുള്ള ആളാണെങ്കിൽ തടി കുറയ്ക്കാൻ നോക്കുക. പിന്നെ കിടക്കുന്ന സമയത്ത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ കിടക്കുമ്പോൾ 2 തലയെണ്ണ വെച്ച് തലയൊന്ന് ഉയർത്തി വയ്ക്കാൻ നോക്കുക.
പിന്നെ കിടക്കുന്നതിനും രാത്രി ഭക്ഷണം കഴിക്കുന്നതിനും തമ്മിൽ മിനിമം ഒരു 2 മണിക്കൂറത്തെ ഗ്യാപ്പ് കൊടുക്കാൻ നോക്കുക. നല്ലപോലെ വെള്ളവും കുടിക്കുക. ഇതൊക്കെയാണ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പക്ഷേ ഇതിലും വ്യത്യാസമൊന്നും കണ്ടില്ലെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഇതൊരു അസുഖവുമാകാം, വേറെ ചില രോഗങ്ങളുടെ രോഗലക്ഷണവുമാകാം. അതായത് വയറ്റിനുള്ളിൽ അൾസർ ഉണ്ടാവുക, ഹയാറ്റസ് ഹെർണിയ മുതലായ രോഗങ്ങളുടെ ലക്ഷണമായും ഇതിനെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേറെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നിലനിൽക്കുകയാണെങ്കിൽ ഉടനെ ഡോക്ടറെ കാണുക. കാരണം ഞങ്ങൾക്ക് അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻറ്റാസിഡ്സും ആൻറ്റി റിഫ്ലക്സ് മെഡിക്കേഷൻസുമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചില ആൾക്കാരിൽ മാത്രം വേറെ കണ്ടീഷൻസും കൂടെ ഉണ്ടെങ്കിൽ ചില ആൾക്കാരിൽ സർജറിക്കും ആവശ്യം വേണ്ടി വന്നേക്കാം. അപ്പോൾ ഇതാണ് ലാരിംഗോഫാരിഞ്ചൽ റിഫ്ലക്സിൻ്റെ ഒരു സമ്മറി.